മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആലിന്റെ പൊത്തിൽ ഒരു ഉണ്ണി പിറന്നു. അത് ഏത് ഉണ്ണിയായിരിക്കും, ഏത് ആലിന്റെ പൊത്തിൽ എന്നൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോ ആലോചിക്കാറുണ്ടായിരുന്നു. ആരാധകരുടെ ഹൃദയത്തിലേക്ക് ചെല്ലണോന്നുള്ള രീതിക്കാണ് മൈക്കിൾ ജാക്സൺ പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. Another day has gone and still all alone. How could this be? You're not here with me. സ്വരം, തിരുസ്വരം. ഗമപനി സിംഗാരവേലനെ ദേവാ നീ സനിധ പമ ഗമ ഗരി സനി സാനി സഗമ പമ ഗരി സ നിധമ പഗരി നീ സിംഗാര വേലനെ ദേവാ. ഭാഷ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ശുദ്ധത കൂടുതൽ കർണാടക മ്യൂസിക് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ലോകത്തിലെ സംഗീതത്തിന്റെ പിന്നില് ഈ പ്രപഞ്ച ലയം തന്നെ ശ്രുതിയായിട്ട് ഇങ്ങനെ. അതെ അതെ, വേറെ ഒരു ഭാഷയിലെ ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുക എന്നുള്ളതല്ല, അത് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. കേരളീയരുടെ ഏറ്റവും മൃദുലമായ ഒരു വികാര ധമനി ഉണരുന്ന കാലാണ് ഓണക്കാലം. അപ്പോൾ മൃദുലയും നമ്മുടെ കൂടെ ഉണ്ട്. മൃദുല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. മൃദുലേ, അത് പാടിയാലോ? ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ, ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് തരം മൃദുലതയാണ് ഇനി ഒഴുകി വരാൻ പോകുന്നതെന്ന്. അതേപോലെ തന്നെ ഹൃദയ മുരളിയിൽ ഒഴുകി വരുന്ന മൃദുലതയാണ് ഓണം. അപ്പോ മൃദുലയുടെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ വരുന്ന പാട്ട് ഏതായിരുന്നു? ഒരു പാട്ടുകാരിയാണല്ലോ, അപ്പൊ നമ്മളുടെ എല്ലാ ഓർമ്മകളും പാട്ടുമായി കണക്റ്റഡ് ആയിട്ടായിരിക്കും. അപ്പൊ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഓണപ്പാട്ടിന്റെ ഓർമ്മ ഏതാ? പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. പൊന്നാറ്റിനപ്പുറത്തു നിന്നും പൊന്നാരം ചൊല്ലി നീ വന്നു, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. ഓലത്തുമ്പത്തൊരു ഞാലു കെട്ടി നീ ഓണപ്പാട്ടൊന്നു പാടി, പാടം കൊയ്യുമ്പോൾ പാടാൻ പനന്തത്തെ നീയും പോരാമോ കൂടെ, പുഴയോരത്തു പോയി തണലേറ്റിരുന്ന് കളിയും ചിരിയും നുകരാം ആ പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. അപ്പൊ അതിൽ ഓണപ്പാട്ടൊന്ന് പാടാമെന്നുണ്ട്, ഊഞ്ഞാൽ പാട്ടുണ്ട്, പാടം പൂത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് ഓണപ്പാട്ടാണെന്ന് കുട്ടിക്കാലത്ത് നമ്മളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഉണരുന്നത്. അപ്പോ ഈ പാട്ട് പാടിയതാരാ? MG ശ്രീകുമാർ. MG ശ്രീകുമാറാണല്ലേ. അപ്പോൾ അതല്ലാതെ നമ്മളുടെ ഏറ്റവും പഴയ കാലത്തേക്കൊക്കെ പോയാൽ ഇഷ്ടപ്പെട്ട ഓണപ്പാട്ട് ഏതായിരിക്കും? എന്തെങ്കിലും ഒരു അനുഭവത്തിന്, അല്ലെങ്കിൽ എനിക്ക് അന്നത് കേട്ടപ്പോൾ അത് തോന്നി, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ, അത് പറയാൻ പറ്റുമോ? അത് നമ്മൾ ഓണപ്പരിപാടി ആകുമ്പോഴത്തേക്കും എപ്പോഴും TV-യിലൊക്കെ കാണിക്കുന്ന ഒരു പാട്ടാണ്. സലിൽ ചൗധരി ഈണമിട്ട് ONV സാർ എഴുതിയ ഒരു ഗാനം. ഓണപ്പൂവേ ഓമൽ പൂവേ നീ തേടും മനോഹര തീരം, ദൂരെ മാടി വിളിപ്പൂ ഇതാ
ഇതാ ഇതാ. എൻ്റെ നാട്ടിലൊക്കെ ധാരാളം ഓണപ്പാട്ടുകൾ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോ തൃക്കാക്കര എൻ്റെ നാട് ഷൊർണൂരും കൂടി. തൃക്കാക്കര തെക്കേക്കര കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചു. അതുപോലെയുള്ള പാട്ടുകളൊക്കെ ഒരു നല്ല ഗായിക പാടുന്നേക്കാൻ രസം ഉണ്ടാവും തോന്നുന്നു. അതൊന്ന് പാടുവോ? തൃക്കാക്കര തെക്കേക്കര കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചു. തുമ്പ കൊണ്ടമ്പതു തോണി ചമച്ചു. തോണി തലപ്പത്തോരാലു മുളച്ചു. ആലിൻ്റെ പൊത്തിലൊരുണ്ണി പിറന്നു. ഉണ്ണിക്കു കൊട്ടാനും പാടാനും തുടിയും തുടിക്കോലും പറയും പറക്കോലും കൂടെ പിറന്നോരു പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വന്നു. ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും പാടുന്ന ഒരു ഓണപ്പാട്ടായിരുന്നു. അപ്പൊ ഈ ആലിൻ്റെ പൊത്തിൽ ഒരു ഉണ്ണി പിറന്നു. അത് ഏത് ഉണ്ണിയായിരിക്കും, ഏത് ആലിൻ്റെ പൊത്തിൽ എന്നൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ആലോചിക്കാറുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഒന്ന് ചമ്രവട്ടത്ത് നമ്മുടെ ശ്രീ ടി രാധാകൃഷ്ണൻ ഉണ്ട്, എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ നാടാണ് ചമ്രവട്ടം. അവിടുത്തെ അയ്യപ്പനാണ്. ചമ്രവട്ടത്ത് അയ്യപ്പനെ കാണാൻ വേണ്ടി കുറേ ആനകൾ ഇങ്ങനെ പോകുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് മൃദുലയ്ക്ക് ഒന്ന് കറ്റക്കറ്റ കയറിട്ടു തുടങ്ങുന്ന പാട്ട് അത് ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാലോ. കറ്റ കറ്റ കയറിട്ടു കയറാലഞ്ചു മടക്കിട്ടു നെറ്റിപ്പട്ടം പൊട്ടിട്ടു നേരെ വാലുക്ക് നെയ് വച്ചു. ചെന്നുകുലുങ്ങി ചെന്നുകുലുങ്ങി ചമ്രവട്ടത്തപ്പനെ ചെന്നുകുലുങ്ങി ചെന്നുകുലുങ്ങി ചമ്രവട്ടത്തപ്പനെ. കറ്റ കറ്റ കയറിട്ടു കറ്റ കയറിട്ടു കറ്റ കറ്റ കയറിട്ടു. അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ പാടും. അപ്പൊ അതിന്റെ ഒരു കയറിന്റെ കൂടി ഒരു ആന കുടുങ്ങി കുടുങ്ങി പോകുന്നൊക്കെ അതായിരിക്കും നാടൻ പാട്ടുകളുടെ ഒക്കെ ഒരു പ്രസക്തി തോന്നുന്നു. നമ്മളില്ലാത്തൊരു ലോകത്ത് നിന്ന് ഇല്ലാത്തൊരു വഴിയിൽ കൂടെ ഇല്ലാത്ത ആനകൾ ഇങ്ങനെ നടന്നു വരുന്നൊക്കെ തോന്നില്ലേ? അപ്പൊ എല്ലാം ഒരു അതേപോലെ തന്നെയാണല്ലോ മാവേലി. മാവേലി എന്നുള്ള സങ്കല്പം എന്താണ്? അത് പഴയ മഹാബലിയാണോ അതോ വേറൊരു രാജാവായിരുന്നോ? അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള പാട്ടോ അത് നമുക്ക് കേരളീയർക്കൊക്കെ അറിയാലോ. ആ പാട്ട് പല സിനിമയിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എന്തൊരു നല്ല ലോകമായിരിക്കും അല്ലേ? ആ ഒരു പോയ ലോകത്തിൽ നിന്ന് വരാൻ പോകുന്ന ലോകത്തേക്ക് വെച്ചൊരു ഗോവണി പോലെയോ അല്ലെങ്കിൽ നടപ്പാത പോലെയോ ആണ് എന്ന് വൈലോപ്പിള്ളിയും പറഞ്ഞിട്ടുണ്ട് ഓണപ്പാട്ടുകാർ എന്നുള്ള കവിതയിൽ. സത്യം പറഞ്ഞാൽ പണ്ട് കാലത്തെ ഓണപ്പതിപ്പുകൾക്ക് വേണ്ടി നമ്മുടെ കവികളൊക്കെ ഓണപ്പാട്ടുകൾ എഴുതിയതൊന്നും ഒരു മുദ്രാവാക്യ പ്രായങ്ങളായിരുന്നില്ല. വളരെ ലോക ചരിത്രത്തിനെ അപഗ്രഥിക്കുന്ന തരം പാട്ടുകളായിരുന്നു. ഇഷ്ടപ്പെട്ട ഗായികമാരുടെ ഓണത്തിനെ പറ്റി അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ഉദാഹരണം ഇപ്പം അടുത്താണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് എസ് ജാനകി. എന്തെങ്കിലും പാട്ടുകൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ? നീയുറങ്ങുന്ന നിരാലംബ ശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി ആ ആ ആ ആ നീയുറങ്ങുന്ന നിരാലംബ
ശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആയിരം ഉന്മാദ രാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി. ആത്മദളത്തിൽ തുളുമ്പി. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. MS വിശ്വനാഥിന്റെ സംഗീതമാണ്. ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച ഗാനമാണ്. ആവണിത്തെന്നൽ എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിന്റെ തെന്നൽ തന്നെയാണ്. അപ്പൊ എല്ലാം കൂടി അത് യോജിച്ചു വന്നു. അപ്പൊ നമുക്ക് ആ നിമിഷത്തിന്റെ നിർവൃതി നമുക്ക് ഈ പാട്ട് കൊണ്ട് കിട്ടും. പക്ഷെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ മൈക്കിൾ ജാക്സൺ തന്നെ പഴയതായി അങ്ങനെയൊക്കെയുള്ള പാട്ടുകളായിരിക്കും. അപ്പോൾ ഓണത്തിന് പുതിയ കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഏതൊരു പാട്ട് ഇപ്പൊ പാടാൻ തുടങ്ങുന്നുണ്ടല്ലോ, ഏതാ? ഞാൻ കർണാട്ടിക് സംഗീതം പഠിച്ച ആളാണെങ്കിലും മൈക്കിൾ ജാക്സന്റെ ഒരു വലിയ ആരാധികയാണ്. അപ്പൊ മൈക്കിൾ ജാക്സന്റെ ഞാൻ എപ്പോഴും പാടുന്ന ഒരു ഗാനം എനിക്കറിയാം, അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. കേൾക്കട്ടെ. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്കിൾ ജാക്സന്റെ ഒക്കെ പാട്ടുകൾ നടക്കുന്ന സമയത്ത് ആ ഒരാളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ ആരാധകരും ഒരുപാട് ആളുകളും ലൈറ്റൊക്കെ കെടുത്തിയിട്ട് ആ ഒരു പേഴ്സണെ മാത്രം, ആ പാട്ട് മാത്രം ആസ്വദിക്കാനായിട്ട് അവിടെ വരുന്നവരാണ്. അപ്പൊ അവരെല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാടുന്ന ഇതും അതിൻ്റെ സ്റ്റേജിലുള്ള ആ ഒരു അവരെ അത്രയ്ക്ക് ആരാധകരോട് കൂടുതൽ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ചെല്ലണോന്നുള്ള രീതിക്കാണ് മൈക്കിൾ ജാക്സൺ പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് എനിക്ക് ആ ഒരു പുള്ളിയുടെ ആ ഒരു പാടുന്ന ആളും കേൾക്കുന്നതും എല്ലാം ഒരേ ഒരു ഹൃദയത്തിൽ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ആ ഒരു പാട്ടുകളെ ആകർഷിക്കാൻ. അത് മറ്റ് മൈക്കിൾ ജാക്സൺ മാത്രമല്ല, വേറെയുള്ള സിംഗേഴ്സ് ആണെങ്കിലും വെസ്റ്റേൺ കൺട്രികളിൽ അങ്ങനെ കാണാറുണ്ട്. അത് നമ്മുടെ നാടുകളിൽ അത് കൂടുതലായിട്ട് അത് ഞാൻ കാണുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം നമ്മളുടെ ഗാനാസ്വാദന രീതി അല്പം വ്യത്യസ്തമാണ്. അപ്പൊ ആ രീതി എനിക്ക് കൂടുതലായിട്ട് ഒരു താല്പര്യമുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടുകൾ ശ്രദ്ധിക്കുകയും അത്രയ്ക്കൊരു ആരാധകര് നമുക്കിവിടെ കിട്ടുമോ എന്നെനിക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പാട്ടുകൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്കത് കേൾക്കാം. സംഗീത സാന്ദ്രമായ ഒരു Another day has gone, I'm still all alone. How could this be? You're not here with me. You never say goodbye. Someone tell me why did you have to go and leave my world so cold? ഇതിലൊരു സ്റ്റേജിലെ ഒരുപാട് ഭാഷാ സോങ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഭാഷയിലെ പാട്ടുകൾ ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം എല്ലാ നാട്ടിലും ഒരു മലയാളി ഉണ്ടല്ലോ. അപ്പൊ എല്ലാ നാട്ടുകൾക്കും നമ്മുടെ ഒരു ഓണാശംസകൾ കൊടുക്കാം. ഏതൊക്കെ ഭാഷയായിരുന്നു അത്? ഞാൻ പല ഭാഷകളിൽ പാടാറുണ്ട്. അത് സ്പാനിഷ്, അറബിക്, അതേപോലെ ഒരുപാട് ഭാഷകൾ, ചൈനീസ്, അങ്ങനെ ഒത്തിരി ഭാഷകൾ. അപ്പം ഞാൻ ചൈനീസ് കൂടുതലായി ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഒരു ഈണം മെലഡി ആയിട്ടുള്ള സോങ്ങുകളായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ചൈനീസിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിംഗറുണ്ട്. ആ സിംഗറിന്റെ ഒരു ഗാനം ഞാൻ പാടാം. തെരേസ ടെങ് എന്നാണ് അവരുടെ പേര്. ഈ ചൈനീസ് ഭാഷ അല്ലെങ്കിൽ പോർച്ചുഗീസ്, സ്പാനിഷ് ഒക്കെ മൃദുല പാടി ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റേജിലൊക്കെ. എങ്ങനെയാ ഈ മറ്റു ഭാഷകളെ നമ്മൾ ആ ഭാഷ പഠിച്ചിട്ടേ ഇല്ല, പക്ഷെ പാട്ട് എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? അത് അങ്ങനെ ഞാൻ പഠിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉന്നതരായ ആളുകളാണ് ഇങ്ങനെ പഠിച്ചാൽ ശരിയാകുമെന്നുള്ളത് എന്നോട് പറഞ്ഞത്. എനിക്കിതൊക്കെ പറ്റുമെന്നുള്ളത് ആ ആളുകളാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കർണാടക സംഗീതവും പാടി നടക്കുന്ന ആളായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്കൊക്കെ തിരിയാൻ കാരണം അതാണ്.
അപ്പൊ ഞാൻ ഈ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ വേറൊരു എൻ്റെ സ്വന്തമായൊരു മെന്റാലിറ്റി ഞാൻ എടുത്തിട്ടാണ് ഈ പാട്ടുകൾ എനിക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പൊ എല്ലാവരുടെ ആണല്ലോ അപ്പൊ അതില് മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവം തന്നിരിക്കുന്നതാണ്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവം ഓരോ സ്ഥലങ്ങളിലെ ആളുകൾക്ക് സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഭാഷ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്ത് ഭാഷ പഠിക്കുമ്പോഴും നമ്മൾ ദൈവത്തിനോട് ആദ്യം ഒന്ന് പറയണം, നമുക്ക് ഈ ഭാഷ മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയും. അങ്ങനെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് ഞാൻ ഇതെല്ലാം. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് കുറെയൊക്കെ ആദ്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ അതേ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ആൽഫബറ്റും ആ ഭാഷയുടെ ആൽഫബറ്റും കാണും, ഉച്ചാരണ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ ആ ഉച്ചാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് നമുക്കിപ്പോ പല നൂതന സാങ്കേതിക വിദ്യകളും ഉണ്ടല്ലോ, അതിന്റെയൊക്കെ നമുക്ക് ആൽഫബറ്റ്സ് എടുത്ത് നോക്കാം. നമ്മൾ പാടുന്ന ഏത് രീതിക്കാണ് അവര് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പൊ എളുപ്പമൊന്നുമല്ല, കുറച്ച് പണിയുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പാടി പാടി അതിലേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആ ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കണമെങ്കിൽ അതിന് നമ്മൾ ഇത് അറിഞ്ഞിരിക്കാതെ പറ്റില്ല. അപ്പൊ ആശയം എന്താണെന്നും ഉച്ചാരണം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ അതിന്റെ മീനിങ് ഉണ്ടാവും. ആ മീനിങ് എടുത്ത് നമ്മൾ മനസ്സിലാക്കി ഒന്നും കൂടെ പാട്ടുകൾ നമുക്ക് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. പഠിക്കുന്നത് യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ടാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കുറച്ചിരിക്കണം, അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പാടുന്നവരോടും ഒക്കെ നമുക്കൊരു താല്പര്യവും, അവരൊക്കെ ശ്രുതിശുദ്ധമായിട്ട് തന്നെയാണ് പാടുന്നത്. അവര് നമ്മളെ പോലെ കർണാടക സംഗീതം അങ്ങനെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് ചിലപ്പോൾ കാണില്ലായിരിക്കാം. പക്ഷെ എന്നാലും അവർ പാടുന്നത് വളരെ ശ്രുതിയായിട്ടും ഇതുമായിട്ടാണ്. നമ്മൾ വിചാരിക്കും അല്ലേ, ശ്രുതിശുദ്ധമായിട്ട് പാടുമ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനാണ് ശുദ്ധത കൂടുതൽ, കർണാടക മ്യൂസിക്കാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ലോകത്തിലെ സംഗീതത്തിന്റെ പിന്നിലെ ഈ പ്രപഞ്ച ലയം തന്നെ ശ്രുതിയായിട്ട് ഇങ്ങനെ അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റണം അല്ലേ? അതെ, അത് നമ്മൾ അങ്ങനെ ചിട്ടയോടുകൂടി ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം എന്നൊക്കെ നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിതാമഹന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ അവർക്ക് അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലായിടത്തും സംഗീതമുണ്ട്. എല്ലാ നാടുകളിലും വ്യത്യസ്ത ഭാഷകളിൽ അവർക്ക് അവരുടേതായ ഗോത്രത്തിന്റെ ആയാലും ചിലപ്പോൾ ലിപി ഇല്ലാത്തതായിരിക്കാം, അതൊക്കെ നമ്മൾ കേട്ടായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. കാരണം അതിന്റെ ഒന്നും ട്രാൻസ്ലേഷനോ ഒന്നും തന്നെ കിട്ടില്ല. അപ്പൊ അത് കേട്ട് അതിങ്ങനെ ആയിരിക്കും, അതൊരു അനുഗ്രഹത്തിന്റെ പുറത്ത് പാടുന്നതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ചിലപ്പം ഒരു ആഗ്രഹവും പിന്നെ അവര് കാണിക്കുന്ന അതിൽ എന്തൊക്കെയാണോ കാണിക്കുന്നത്, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന അതിന്റെ അർത്ഥം എന്ന്. അവരുടെ ആ ഒരു സീനറികളൊക്കെ കാണുമല്ലോ. നമ്മളൊരു കാട്ടുവഴിയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പതുക്കെ പതുക്കെ വെളിച്ചമായിട്ട് പരിചയപ്പെട്ട് നമുക്ക് ആ വഴി പരിചയമാവുന്ന പോലെ ഒരു വേറൊരു അന്യരാജ്യത്തിലെ അന്യഭാഷയുടെ അന്യതരത്തിലുള്ള സംഗീതത്തിലേക്ക് മൃദുല കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒരുപാട്, ഞാൻ അത്രയ്ക്ക് അധികം ഒന്നും ആയിട്ടില്ല. ഞാൻ ഓരോന്നിങ്ങനെ നോക്കി എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഞാനിത് പഠിച്ചെടുക്കുന്നത്. ഒരു ഗാനം എനിക്കും കൂടെ മാനസികമായിട്ട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ഞാൻ പഠിക്കുന്നത്. വേറെ ഒരു ഭാഷയിലെ ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുക എന്നുള്ളതല്ല, അത് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ. ഇവിടെ ഏതെങ്കിലും ഒരു ഇതില് നമുക്ക് ഏതെങ്കിലും ഒരു ചടങ്ങിൽ എന്തെങ്കിലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്കൂടെ അത് അവരുടെ ഹൃദയത്തിലും എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണെങ്കിലേ അത് എടുക്കുകയുള്ളൂ. സംഗീതം എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് മൃദുലയ്ക്ക് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ഒരു പാട്ട് പഠിച്ചെടുക്കുമ്പം അത് എനിക്ക് എന്റേതായൊരു സന്തോഷം എനിക്കത് തരുന്നുണ്ട്. കാരണം എനിക്കിത് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ ഞാൻ നന്ദിയും പറയും ദൈവത്തിന് ഇത് ഇത്രയും പഠിക്കാൻ. ഇപ്പൊ എസ് ജാനകി ഈയുടെ അടുത്താണല്ലോ നമ്മളെ വിട്ടുപിരിഞ്ഞ. അപ്പൊ എസ് ജാനകിയുടെ പ്രശസ്തമായിട്ടുള്ള ഗാനം ശൃംഗാരവേലനെ അതിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടൂ.
അരുൾ ശിങ്കാരവേലനെ ദേവാ അരുൾ ശിങ്കാരവേലനെ ദേവാ അരുൾ സീരാടും മാർവോട് വാ ശിങ്കാരവേലനെ ദേവാ சென்றூரில் நின்றாடும் தேவா ஆ திருச்செந்தூரில் நின்றாடும் தேவா முல்லை சிரிப்போடு முகத்தோடு நீ வா வா அருள் சிங்கார வேலனே ദേവാ. സ്വരം തിരുസ്വരം. ഗമപനി സിംഗാരവേലനെ ദേവാ നീ സനിധ പമ ഗമ ഗരി സനി സാനി സഗ മപ മഗരി സ നിധ മപ ഗരി നി സിംഗാര വേലനെ ദേവാ സാരി സാനി സരി സ നിനി സ മപ നിനി സ മമ പപ നിനി സ ഗഗ സ നിനി സ പപ നി മമ പ ഗഗ മമ പപ നിനി സ സ ഗരി നി സിംഗാര വേലനെ ദേവാ പാനിധ പമഗരി സനി സ ഗഗ സ ഗമ പഗരി സനി സ ഗ സ നിനി പ മമ പാനി പനി പ സ പനി പ സ നിധ പമഗരി സനി സ ഗ സ ഗമ പാനി സ നി സ ഗരി സരി നി സരി ധ നി രി ഗരി നി സരി ധ നി ഗരി നി ഗരി ഗരി ഗ ഗരി നി ഗരി നി നി ഗരി നി സ സ നി ഗരി നി സ സ നി ധ പ നിന്നിസ ആ ആ ആ റിന്നിസ പാനി മാപ ഗമ പനി സരി ആ ആ ആ സാനി പാനി സാരി ധനി പാനി ബസ പാനി ബനി മാപ പാനി ബനി സരി സ പാനി ബനി സരി സ മഗ പമ സാനി പരി സാനി പനി നീ സനി സ സാനി പനി സാരി സ ഗരി രി സ സാനി രി സനി സ രി സനി ദ പ മ പാനി പ സാനി ദ പ മ പാനി പ മ ഗരി സ ഗ മ പ ഗ മ പനി പ സാനി ഗരി സാനി പരി സരി സനി സ ഗരി രി സനി ദ മ പനി സിംഗാര വേലനെ ദേവാ. അപ്പൊ മൃദുല ഈ ശാസ്ത്രീയ സംഗീതം ഇത്രയും നന്നായി കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം എവിടെ കോളേജിൽ പഠിച്ചോ, സ്കൂളിൽ പഠിച്ചോ, അല്ല എവിടെയാണ് പഠിച്ചത്, എന്താ വിഷയം, എവിടെ നാട്? എൻ്റെ നാട് ശരിക്കും ട്രിവാൻഡ്രമാണ്. അപ്പോൾ എൻ്റെ അമ്മമ്മ ഒരു ഓൾ ഇന്ത്യ റേഡിയോ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഗോമതി അമ്മ എന്നാണ് പേര്. പുള്ളിക്കാരി ഗാനഭൂഷണം ആയിരുന്നു. ബി ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഗാനഭൂഷണം അമ്മമ്മ എവിടെയാ പഠിച്ചത്? അമ്മമ്മ മദ്രാസ് സർവകലാശാല അവിടെ നിന്നായിരുന്നു പഠിച്ചത്. ഇപ്പൊ അമ്മമ്മയുടെ ഒരു സംഗീത ശിക്ഷണത്തിൽ കൂടെയാണ് ആദ്യം സംഗീതത്തിലേക്ക് വന്നത്. പിന്നെ ആരാ പഠിപ്പിച്ചത്? എൻ്റെ അമ്മമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. കഥാപ്രസംഗങ്ങളും കച്ചേരികളും അമ്പലങ്ങളിലും ഒക്കെ നടത്തിയിട്ടുണ്ട്, ധാരാളം നടത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ചത് അമ്മമ്മ തന്നെ അലക്സ് പുള്ളോശ്ശേരി മാഷിന്റെ കീഴിലാക്കുകയായിരുന്നു എന്നെ. അപ്പൊ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഞാൻ സംഗീതം പഠിച്ചത്. അങ്ങനെ വർഷങ്ങളോളം മാഷ് പഠിപ്പിച്ചു, മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? കുറേ സ്ഥലങ്ങളില് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കോളേജിൽ പഠിച്ച വിഷയം വേറെയായിരുന്നു, സംഗീതമായിരുന്നില്ല. സംഗീതത്തിന് ശിക്ഷണം മുഴുവൻ എനിക്ക് വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് വീട്ടിലുള്ള വേറെ എല്ലാവരും പാട്ടുകാരാണ്, എല്ലാവരും സംഗീത കുടുംബമാണ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അച്ഛനാണെങ്കിൽ ഗിറ്റാറിസ്റ്റ് ആണ്, അമ്മയായിരുന്നെങ്കിൽ മ്യൂസിക് ടീച്ചർ ആയിരുന്നു. അമ്മയും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് തന്നെയാണ് സംഗീതം പാസ്സായത്. ഗിരിജാമാൾ എന്നാണ് അമ്മയുടെ പേര്. അപ്പോ ജനനത്തിന്റെ കൂടെ തന്നെ വന്നതാണ് സംഗീതം.